ഡിയർ സ്റ്റുഡൻസ്, നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമനിസം ആൻഡ് ലോജിക്കിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ശ്രദ്ധ ഇൻ ഇന്ത്യൻ ഫിലോസഫി? ഭാരതീയ തത്വചിന്തയിൽ ഇന്ത്യൻ ഫിലോസഫിയിൽ ശ്രദ്ധ എന്നാൽ എന്താണ്? ആൻസർ, സത്യത്തിലും അറിവിലുമുള്ള അടിയുറച്ച വിശ്വാസമോ ആത്മാർത്ഥപരമായ താല്പര്യമോ ആണ് ശ്രദ്ധ. ഫെയ്ത്ത് ഓർ സിൻസിയർ ട്രസ്റ്റ് ഇൻ ട്രൂത്ത് ആൻഡ് നോളജ്. സത്യത്തിലും അറിവിലുമുള്ള അടിയുറച്ച വിശ്വാസമോ ആത്മാർത്ഥമായ താല്പര്യമോ ആണ് ശ്രദ്ധ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ധർമ്മപാത? ധർമ്മപാത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ധർമ്മപദം? ആൻസർ, ബുദ്ധൻ്റെ വചനങ്ങളും ഉപദേശങ്ങളും അടങ്ങിയ പവിത്രമായ ഗ്രന്ഥമാണ് ധർമ്മപദം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അപ്രമാദ? അപ്രമാദം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ബുദ്ധാസ് മെയിൻ മെസ്സേജ്? ബുദ്ധൻ്റെ പ്രധാന സന്ദേശം എന്തായിരുന്നു? ആൻസർ, അഹിംസ, കരുണ, സ്നേഹം എന്നിവയിലൂടെ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടുക എന്നതാണ് ബുദ്ധൻ്റെ പ്രധാന സന്ദേശം. അഹിംസ, കരുണ, സ്നേഹം എന്നിവയിലൂടെ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടുക എന്നതാണ് ബുദ്ധൻ്റെ പ്രധാന സന്ദേശം. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അപ്രമാദ? അപ്രമാദം, എന്താണ് അപ്രമാദം? ആൻസർ, ജാഗ്രത അഥവാ ശ്രദ്ധാലുവായിരിക്കുക എന്നതാണ് ഇതിനർത്ഥം. വാച്ച്ഫുൾനെസ് ഓർ മൈൻഡ്ഫുൾനെസ്. ജാഗ്രത അഥവാ ശ്രദ്ധാലുവായിരിക്കുക എന്നതാണ് ഇതിനർത്ഥം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മേജർ ട്രൈറ്റ് ഓഫ് എ വൈസ് മാൻ? ഒരു ജ്ഞാനിയുടെ പ്രധാന ലക്ഷണം എന്താണ്? ഒരു ബുദ്ധിമാൻ്റെ പ്രധാന ലക്ഷണം എന്താണ്? ആൻസർ, ആത്മനിയന്ത്രണവും അറിവും വിവേകവുമാണ് ഒരു ജ്ഞാനിയുടെ പ്രധാന ലക്ഷണങ്ങൾ. ആത്മനിയന്ത്രണവും അറിവും വിവേകവുമാണ് ഒരു ജ്ഞാനിയുടെ പ്രധാന ലക്ഷണങ്ങൾ. ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ധർമ്മപാത? ധർമ്മപദത്തിൻ്റെ സന്ദേശം എന്താണ്? ആൻസർ, ധാർമ്മികമായ ജീവിതം നയിക്കാനും മനസ്സിനെ ശുദ്ധീകരിക്കാനുമുള്ള പാതയാണ് ധർമ്മപദം പകർന്നു നൽകുന്നത്. ഏഴാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഇൻസാൻ ഇൻ ഇസ്ലാം? ഇസ്ലാം മതപ്രകാരം ഇൻസാൻ എന്നാൽ എന്താണ്? ആൻസർ, ഇൻസാൻ എന്നാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ഭൂമിയിൽ നന്മ ചെയ്യേണ്ടവരാണ് മനുഷ്യൻ. ഹൗ മെനി ശ്ലോകാസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ അനുകമ്പാദശകം? അനുകമ്പാദശകത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? ആൻസർ, 10 ശ്ലോകങ്ങൾ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് കരുണ മീൻ ടു ബുദ്ധ? ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം കരുണ എന്നാൽ എന്താണ്? ആൻസർ, മറ്റുള്ളവരുടെ ദുഃഖം കണ്ടുണ്ടാകുന്ന സഹാനുഭൂതിയും അത് മാറ്റാനുള്ള ആഗ്രഹവുമാണ് കരുണ. പത്താമത്തെ ചോദ്യം, വാട്ട് ഈസ് ബ്രഹ്മവിഹാര? ബ്രഹ്മവിഹാരം എന്താണ്? ആൻസർ, മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ എന്നീ 4 ഉന്നത മാനസികാവസ്ഥകളെയാണ് ബ്രഹ്മവിഹാരം എന്ന് വിളിക്കുന്നത്. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ എന്നീ 4 ഉന്നത മാനസികാവസ്ഥകളെയാണ് ബ്രഹ്മവിഹാരം എന്ന് വിളിക്കുന്നത്. 13ാമത്തെ ചോദ്യം, മാൻ ഈസ് ബോൺ ഫ്രീ ആൻഡ് എവരിവെയർ ഈസ് ഇൻ ചെയിൻസ്. ഹു ഈസ് ദ ഓഥർ ഓഫ് ദിസ് ക്വയറ്റ്സ്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലയ്ക്കുള്ളിലാണ്. ഈ വരികൾ ആരുടേതാണ്? ആൻസർ, ജീൻ ജാക്കസ് റൂസോ. 12ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ വേർഡ് ഉബുണ്ടു മീൻ? ഉബുണ്ടു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ, മറ്റുള്ളവരിലൂടെയാണ് ഞാനാകുന്നത്, അല്ലെങ്കിൽ മാനവികത. അതിനാണ് ഉബുണ്ടു എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്. 13ാമത്തെ ചോദ്യം, ഹൗ ഡസ് ഉബുണ്ടു കൺസിഡർ ഹ്യൂമനിസം? ഉബുണ്ടു മാനവികതയെ എങ്ങനെയാണ് കാണുന്നത്? ആൻസർ, വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയും പങ്കുവെക്കുന്നതിലൂടെയും വളരുന്ന ഒന്നാണ് മാനവികത എന്ന് ഉബുണ്ടു വിശ്വസിക്കുന്നു. വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയും പങ്കുവെക്കലിലൂടെയും വളരുന്ന ഒന്നാണ് മാനവികത എന്ന് ഉബുണ്ടു വിശ്വസിക്കുന്നു.
14ാമത്തെ ചോദ്യം, ഹു വാസ് ദ ഫസ്റ്റ് ത്രിന്ദാകര? ആദ്യത്തെ ത്രിന്തങ്കരൻ ആരായിരുന്നു? ആൻസർ ഋഷഭനാഥനാണ് ആദ്യത്തെ തീർത്ഥങ്കരൻ. അടുത്തത് 15ാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഓതർ ഓഫ് ഒരു മനുഷ്യൻ? ഒരു മനുഷ്യൻ എന്ന കഥയുടെ രചയിതാവ് ആര്? ആൻസർ വൈക്കം മുഹമ്മദ് ബഷീർ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ ആൻസർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ വരുന്നതായിരിക്കും. ഉത്തരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.